നല്ല ഹോളൊക്കെ വീണ് നല്ല പഞ്ഞ് പോലെ സോഫ്റ്റായ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് പച്ചരി തലേന്ന് രാത്രി ഒന്ന് കുതിർത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അതൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഇനി ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കയ്യിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുത്തരീൻ്റെ ചോറാട്ടോ എടുത്തത്. അപ്പോൾ ഇതുപോലെ കുത്തരീൻ്റെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് സാധാരണ ജീരകവും അതുപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളിയും ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർക്കേണ്ട, 2-3 കുഞ്ഞുള്ളി ചേർത്താൽ മതി. അതുപോലെ ഒരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, കുറച്ച് വലിയ സൈസിലുള്ളതാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. ഒരുപാടങ്ങ് വെള്ളം കൂടി പോകണ്ട. നമ്മൾ ഈ അപ്പത്തിനൊക്കെ അരക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ട് നമ്മളിതൊരു 7-8 മണിക്കൂറൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നല്ല പോലെ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താട്ടോ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റും കൂടി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് പൊങ്ങിയിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ഇതാ 20 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ ഇത് കാണുന്നത് നല്ല വെണ്ണ പോലെ ആവും മാവ്. ഇനി നമുക്ക് ദോശക്കല്ലിൽ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നോൺ സ്റ്റിക്കൊക്കെ ഒഴിവാക്കി ഇതുപോലുള്ള കല്ലൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മളെ ഹെൽത്തിന് നല്ലത്. അപ്പോൾ ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാടങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. നേർങ്ങനെയല്ല, നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ചെറിയ ചെറിയ ഹോള് വീഴുമ്പോൾ തന്നെ നമ്മളിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം എടുത്താലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നമുക്ക്. ആ ഒരു സമയത്ത് നമ്മളിത് ഒത്തി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് കറീൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. നമ്മളിതിൽ ചെറിയ ഉള്ളി അതുപോലെ ജീരകം വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വെറുതെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ചിക്കൻ കറി അതുപോലെ ഈ ഒരു അപ്പത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കറിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര സോഫ്റ്റ് ആയതെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്